ഇന്ന് ഞാനൊരു ഗോബി മഞ്ചൂരിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 400 ഗ്രാമൊക്കെ തൂക്കമുള്ളൊരു കോളിഫ്ലവറാണ്. അതിവിടെ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അല്പം വെള്ളത്തിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിലൊരു 2-3 മിനിറ്റ് വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കണം. ഇത് നന്നായിട്ട് കഴുകിയ കോളിഫ്ലവറാണ്. ഇനി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതൊരു അരിപ്പയിലോട്ടൊന്ന് വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം ഇതിനു വേണ്ടി ഒരു ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു 1/2 കപ്പ് മൈദ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു കട്ടിയായിട്ടുള്ളൊരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഒത്തിരി അയഞ്ഞു പോകരുത്. അയഞ്ഞു പോയാൽ കോളിഫ്ലവറിലൊന്നും ഈ ബാറ്റർ അങ്ങനെ പിടിക്കത്തില്ല. ഈ ഒരു പരുവത്തിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇനി ഇതിലോട്ട് നേരത്തെ തിളപ്പിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് ഈ ബാറ്റർ നന്നായിട്ട് ഈ കോളിഫ്ലവറിലൊന്ന് കോട്ട് ചെയ്ത് പിടിപ്പിക്കണം. അതിനുശേഷം ഞാനിത് ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഉള്ളൂ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിതിവിടെ വെജിറ്റബിൾ ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ ഒരു മീഡിയം തീയിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിപ്പം എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗോബി മഞ്ചൂരിയൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ചൂടായ പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് ഇതിന് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം പീസ് ഇഞ്ചി അരിഞ്ഞതും പിന്നെ ഒരു വലിയ വെളുത്തുള്ളിയുടെ 5-6 അല്ലിയും കൂടെ ഇതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇത് അല്പം ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഗോബി മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളിതിൽ സോയാ സോസൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഉപ്പ് കൂടിപ്പോകരുത്. ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അതും കൂടി ഇട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ക്യാപ്സിക്കം അങ്ങനെ വെന്ത് പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കടിക്കുന്ന പരുവത്തിൽ വേണം ഇത് വഴറ്റിയെടുക്കാനും. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്തതാണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കോൺഫ്ലവർ നമ്മളിങ്ങനെ വെള്ളത്തിൽ കലക്കി ചേർക്കുമ്പോൾ ഈ കറിക്ക് അല്പം തിക്നെസ് കിട്ടും. അതിനുവേണ്ടിയാണ് ഇതിങ്ങനെ ചേർക്കുന്നത്. ഇപ്പോൾ അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഒനിയൻ ചേർക്കുമ്പോൾ ഈ ഗോബി മഞ്ചൂരിയന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ആ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിപ്പോൾ അധികം ഗ്രേവി ഇല്ലാത്ത
ഒരു ഗോബി മഞ്ചൂരിയനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളത്തിൽ കോൺഫ്ലവർ ചേർത്ത് അത് മിക്സ് ചെയ്താൽ മതി. 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഇതിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനത് നേരത്തെ ഒഴിക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ അവസാനം ചേർത്തിരിക്കുന്നത്. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഗോബി മഞ്ചൂരിയന് ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ പുലാവിൻ്റെയോ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.